കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യത്തിന് മുൻതൂക്കം പ്രവചിച്ച് മാതൃഭൂമി ന്യൂസ് പി-മാർക്ക് സർവേ. DMK, കോൺഗ്രസ്, ഇടതുപക്ഷ പാർട്ടികൾ ചേർന്നാണ് തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന് 36 മുതൽ 39 സീറ്റ് വരെ ലഭിക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. അതേസമയം NDA സഖ്യത്തിന് പരമാവധി 2 സീറ്റ് വരെയാണ് സർവേ പ്രവചിക്കുന്നത്. മറ്റുള്ളവർക്ക് പരമാവധി 2 സീറ്റ് ലഭിക്കാമെന്നും സർവേ പറയുന്നു. ഇത്തവണ BJP, അണ്ണാ DMK സഖ്യമില്ലാതെയാണ് തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത്. ഇത് തിരിച്ചടിയാവുമെന്ന സൂചനയാണ് സർവേ നൽകുന്നത്. അതേസമയം സുപ്രധാനപ്പെട്ട 3 സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷം തകർന്നടിയുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. ബീഹാർ, രാജസ്ഥാൻ, കർണാടക എന്നീ സംസ്ഥാനങ്ങളാണ് പ്രതിപക്ഷത്തിന് തിരിച്ചടി നൽകുക. ബീഹാറിൽ NDA 32 മുതൽ പരമാവധി 38 സീറ്റ് വരെ നേടും. 40 സീറ്റാണ് ഇവിടെ ഉള്ളത്. ഇന്ത്യ സഖ്യത്തിന് 2 മുതൽ പരമാവധി 10 സീറ്റ് വരെയാണ് ലഭിക്കുകയെന്നും സർവേ പ്രവചിക്കുന്നു. ഇവിടെ നിതീഷ് കുമാർ പോയത് തിരിച്ചടിയാവുമെന്നാണ് വ്യക്തമാകുന്നത്. നിലവിൽ RJD, കോൺഗ്രസ്, ഇടതു പാർട്ടികൾ ചേർന്നാണ് ഇവിടെ സഖ്യമായി മത്സരിക്കുന്നത്. 2019 1 സീറ്റ് മാത്രമാണ് ഇവിടെ പ്രതിപക്ഷത്തിന് ലഭിച്ചത്. കർണാടകയിൽ NDAക്ക് 24 മുതൽ 27 സീറ്റ് വരെ ലഭിക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. ഇവിടെ BJPയും JDSഉം സഖ്യമായിട്ടാണ് മത്സരിക്കുന്നത്. അതേസമയം ഇന്ത്യ സഖ്യത്തിന് 1 മുതൽ പരമാവധി 4 സീറ്റ് വരെ ലഭിച്ചേക്കാമെന്നും സർവേ പറയുന്നു. കഴിഞ്ഞ തവണ കോൺഗ്രസും JDSഉം സഖ്യമായിട്ടായിരുന്നു കർണാടകയിൽ മത്സരിച്ചത്. എന്നാൽ 2 പേർക്കും സഖ്യം കൊണ്ട് നേട്ടമുണ്ടായിരുന്നില്ല. കോൺഗ്രസ് ഇത്തവണ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വമ്പൻ ജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതേസമയം രാജസ്ഥാനിൽ വീണ്ടും മോദി തരംഗം ആവർത്തിക്കുമെന്നാണ് സർവേ പറയുന്നത്. NDA സഖ്യം 23 സീറ്റ് നേടുമെന്നാണ് പ്രവചനം. പരമാവധി 25 സീറ്റുകൾ വരെ നേടുമെന്നും സർവേ പ്രവചിക്കുന്നു. രാജസ്ഥാനിലാകെ 25 സീറ്റുകളാണുള്ളത്. ഇന്ത്യ സഖ്യത്തിന് പരമാവധി 2 സീറ്റുകൾ വരെ ലഭിക്കാനേ സാധ്യതയുള്ളൂ. എന്നാൽ കഴിഞ്ഞ 2 തവണയും രാജസ്ഥാനിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് കോൺഗ്രസിന് സീറ്റുകളൊന്നും ലഭിച്ചിരുന്നില്ല. BJP 25 സീറ്റുകളും തൂത്തുവാരിയിരുന്നു. നിലവിൽ സംസ്ഥാനത്ത് അധികാരവും കോൺഗ്രസിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ആവർത്തിക്കുമെന്നാണ് സർവേയും പ്രവചിക്കുന്നത്.